യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവചസ് ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കൊളോസസ് 2:5 എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. സെയിന്റ് ജോൺ പോൾ സെക്കൻഡിനോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് ബെനഡിക്റ്റിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് കാർലോ അക്യൂട്ടസിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് ആന്റണിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് ജോണിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് തോമസ് അക്വിനാസിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. ബ്ലെസ്സഡ് ആൻഡ് കാതറിൻ അമർക്കിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. വെനറബിൾ ലൂയിസ പിക്കർത്തായോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് ആൽഫോൻസയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് മറിയം ത്രേസ്യയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. മഹത്വം, 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 മഹത്വം ഈശോയെ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് ഈ നിമിഷം സുരക്ഷിതരായി ദൈവമേ അവിടുത്തെ വചനം ശ്രവിക്കുവാനും ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേഷ്യൻസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21 വചനത്തിലൂടെ, 1 പത്രോസ് 1:18-19, വെളിപാട് 12:11 വചനത്തിലൂടെ ഈശോയെ അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും സുരക്ഷിതരാക്കണമേ, സംരക്ഷിക്കണമേ. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. പിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 8:12 ഈശോയുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ 10:17 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മമാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാറൂക്ക് 4:1-2, വെളിപാട് 12:1-2 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ ദൂതന്മാരുടെയും വിശുദ്ധരുടെയും പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ 1:7 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സക്രിയ 2:5, സക്രിയ 9:8 അഭിഷേകത്തിന് വേണ്ടിയും കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ ഈശോയെ സങ്കീർത്തനം 147:13 അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. അവിടുത്തെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് വിടുതലും ദൈവാനുഭവവും ആത്മാവിന്റെ ശക്തിയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയർ 2:9-10, അപ്പസ്തോലൻ 4:12 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ ഏശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 8:16, സങ്കീർത്തനം 107:20-21 വചനത്താലും മത്തായി 16:19 യോഹന്നാൻ 20:23 വചനത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്നുകൊണ്ട്, അതിന്റെ ശക്തികളിൽ നിന്നുകൊണ്ട് 1 കൊരിന്തോസ് 1:10 ഈശോയെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും എല്ലാ മക്കളുടെയും മേലുള്ള എല്ലാ തരത്തിലുള്ള അരൂപികളെയും ഈ നിമിഷം ഈശോയെ കൂട്ടത്തോടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. എല്ലാ തരത്തിലുള്ള എതിർ ചിന്തകളുടെ അരൂപികള്, അനുസരണക്കേടിന്റെ അരൂപികള്, വിമത സ്വഭാവ രീതികൾക്ക് പ്രേരിപ്പിക്കുന്ന ചിന്തകള്, എഫേസസ് 2:2, എഫേസസ് 5:6, ഏശയ്യാ 30:1, നിയമാവർത്തനം 21:20
1 സാമുവേൽ 15:22-23 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ എഫേഷ്യൻസ് 3:5 കാലങ്ങളായി വിട്ടുപോകാതെ പിന്തുടരുകയും ഒളിഞ്ഞിരുന്നും മറഞ്ഞിരുന്നും കൃപയിലുള്ള വളർച്ചയും ആത്മീയ വളർച്ചയും സാമ്പത്തിക വളർച്ചയും സമാധാനത്തിലുള്ള മുന്നോട്ട് പോക്കിനെയും ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ തരത്തിലും അരൂപികളെ ബാറൂക്ക് 4:35 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ആൻസെസ്ട്രൽ ബോണ്ടേജസ് സങ്കീർത്തനം 51:5 യേശുനാമത്തിൽ അവിടുത്തെ രക്തത്തിന്റെ ശക്തിയാലെ 1 പത്രോസ് 1:18-19 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചിരിക്കുന്നു. ഈശോയെ എല്ലാ മക്കളെയും ആന്തരികമായിട്ടുള്ള എല്ലാ മുറിവുകളിൽ നിന്നും സൗഖ്യപ്പെടുത്തി ഈശോയെ പ്രത്യേകമായിട്ട് തലമുറകളിലൂടെ കടന്നു വന്നുള്ള എല്ലാ തരം സ്വാധീനങ്ങളെ സങ്കീർത്തനം 118:10-12 വരെയുള്ള വചനത്തോടെ വിച്ഛേദിക്കുന്നു. ഈശോയെ നിങ്ങൾ ഓരോരുത്തരെയും അമ്മമാതാവിന്റെ വിമല ഹൃദയം വഴിയായി ഇപ്പോൾ അർപ്പിക്കുന്ന ബലിയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്ന മരിച്ചുപോയ എല്ലാ വ്യക്തികളെയും ഈശോയെ അവരുടെ ആത്മാക്കളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈശോയെ അവയെല്ലാം ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:7, യാക്കോബ് 4:4, 1 യോഹന്നാൻ 2:15, ജ്ഞാനം 13:7 എല്ലാ തരത്തിലുള്ള ലോക അരൂപികൾ ഈശോയെ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. 2 കൊരിന്ത്യർ 11:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹോസിയ 4:12 അരൂപികള് വ്യഭിചാര ദുർഭൂതത്തിന്റെ സ്വാധീനങ്ങൾ മാധ്യമങ്ങളിലൂടെ ബന്ധങ്ങളിലൂടെ സംസാരങ്ങളിലൂടെ സ്പർശനങ്ങളിലൂടെ കേൾവികളിലൂടെ കടന്നു വരുന്ന ഈ സ്വാധീനത്തെ പൂർണ്ണമായിട്ട് ഈശോയെ മത്തായി 15:13 ഉന്മൂലനം ചെയ്യുന്നതിന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 118:10-12 വരെയുള്ള വചനത്തിലൂടെ അത്തരം എല്ലാ ബന്ധങ്ങളുടെ സ്വാധീനങ്ങൾ വിച്ഛേദിക്കുന്നു. ഈശോയെ അതിന്റെ എല്ലാ തരത്തിലുള്ള പരിണത ഫലങ്ങളുടെ അതിന്റെ പാപത്തിന്റെ സ്വാധീനങ്ങൾ വേട്ടയാടുന്ന ആത്മാക്കളുടെ സ്വാധീനങ്ങളെ സംഖ്യ 32:23 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. 1 തിമോത്തി 4:1-2 വചനത്തിലൂടെയും വെളിപാട് 2:24 എല്ലാ തരത്തിലുള്ള പൈശാചിക പ്രബോധങ്ങളുടെ അരൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. കുറ്റാരോപണത്തിന്റെ അരൂപികളെ യേശുനാമത്തിൽ വെളിപാട് 2:9 വെളിപാട് 12:10 സക്രിയ 3:1 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള നുണയുടെ അരൂപികൾ വെളിപാട് 3:9 1 രാജാക്കന്മാർ 22:22 യോഹന്നാൻ 8:44 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചു. എല്ലാ തരത്തിലുള്ള വ്യാജ അടയാളങ്ങൾ അത്ഭുതങ്ങളുടെ സ്വാധീനം അതിലൂടെ കടന്നു വരുന്ന ആത്മീയ ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങള് ഏഷ്യ 19:14 അരൂപികള് വെളിപാട് 16:13-14 മത്തായി 24:24 2 തെസ്സലോനിക്ക 2:3-5 വരെയുള്ള വചനത്തിലൂടെ ജ്ഞാനം 14:20 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ തരത്തിലും വ്യർത്ഥ വിവാദങ്ങള് സംസാരങ്ങള് ഡിസ്കഷൻസ് 1 തിമോത്തി 1:6-7 വചനത്തിലൂടെയും യാക്കോബ് 3:1 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിക്കുന്നു. വ്യാജ പ്രവാചകർ വ്യാജ അപ്പസ്തോല കൃപ നടിക്കുന്നവരിൽ പ്രവർത്തിക്കുന്ന അരൂപികള് എസെക്കിയേൽ 13:1-2 വചനത്തിലൂടെയും എസെക്കിയേൽ 17:1-10 വരെയുള്ള വചനത്തിലൂടെയും 2 തെസ്സലോനിക്ക 2:1-10 വരെയുള്ള വചനത്തിലൂടെയും ജ്ഞാനം 14:20 ജെറമീയ 23 എസെക്കിയേൽ 13 അതുപോലെ തന്നെ എല്ലാ തരത്തിലും ആ മേഖലയിലുള്ള കാപട്യത്തിന്റെ അരൂപികള് മത്തായി 24:51 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന. 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലും അസൂയ അതിന് വിഗ്രഹമായി മാറി ഈശോയെ ആത്മീയ ജീവിതത്തെ
മറ്റുള്ളവരുടെ ജീവിതത്തെയും മുറിപ്പെടുത്തുന്ന ഈ അരൂപിയെ എസെക്കിയേൽ 8:3 8:5 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തരത്തിലും മന്ത്രവാദ കൂടോത്ര തന്ത്ര വിദ്യകളിൽ നിന്ന് വരുന്ന എല്ലാ രൂപികളെയും കൂട്ടത്തോടെ ഏശയ്യ 34:14, നിയമാവർത്തനം 18:1 മുതൽ 4 വരെയുള്ള വചനത്തിലൂടെയും നിയമാവർത്തനം 18:9 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെയും ലേവ്യർ 19:31 ലേവ്യർ 20:6 മുതൽ 8 വരെയുള്ള വചനത്തിലൂടെയും എസെക്കിയേൽ 13:20 നിയമാവർത്തനം 13:1 മുതൽ 3 വരെയുള്ള വചനത്തിലൂടെയും ബാറൂക്ക് 4:7, 1 കൊരിന്ത്യർ 10:19-20, നിയമാവർത്തനം 32:17, സങ്കീർത്തനം 106:28 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കും. എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിന്റെ അരൂപികൾ യേശു നാമത്തിൽ. സങ്കീർത്തനം 94:2, ജെറമ്യ 50:31-32, എസെക്കിയേൽ 31:10, ജെറമ്യ 9:21, 1 കൊരിന്ത്യർ 8:1, ലൂക്ക 1:51, ഒബേദ്യ 1:3. എല്ലാ തരത്തിലുള്ള സെൽഫ് ഗ്ലോറിയുടെ അരൂപികൾ യോഹന്നാൻ 7:17-18 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യത്യസ്ത സുവിശേഷം, വ്യത്യസ്ത അരൂപികള് ഗലാത്യ 1:6-7 വചനത്തിലൂടെയും 2 കൊരിന്ത്യർ 11:4-5 വചനത്തിലൂടെയും 1 തിമോത്തി 6:3-4 വചനത്തിലൂടെയും ഗലാത്യ 2:6 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യർത്ഥ ഭാഷണത്തിന്റെ അരൂപികള് എഫേസസ് 5:4, പ്രഭാഷകൻ 19:6, 2 തിമോത്തി 2:16, യാക്കോബ് 4:16 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. നിദ്രാലസ അരൂപികൾ റോമ 11:8, ഏശയ്യ 29:10 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. ഈശോയെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള, തലമുറകളിൽ നിന്നോ ഞങ്ങളുടെ പഴയ ബന്ധങ്ങളിൽ നിന്നോ കടന്നു വന്നിട്ടുള്ള, ഞങ്ങളുടെ ചുറ്റുപാടുള്ള വ്യക്തികളുടെ സ്വാധീനത്തിൽ വന്നിട്ടുള്ള അരൂപികൾ. ജ്ഞാനം 4:12, 1 കൊരിന്ത്യർ 15:33, സങ്കീർത്തനം 50:18 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ദാനിയേൽ 9:27 ഉൽപ്പത്തി 16:12 അരൂപികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എല്ലാ തരത്തിലുള്ള സൂയിസൈഡൽ ടെൻഡൻസിയുടെ പുറകെയുള്ള സ്പിരിറ്റ്സിനെ തോബിത്ത് 3:8 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് ഈശോയെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചനകൾ നടത്തി ഏശയ്യ 8:9 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെയും ജോബ് 40:21 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബുദ്ധിയിലെ അന്ധകാരത്തെ 2 കൊരിന്ത്യർ 4:4 റോമ 1:21 എഫേസ്യൻസ് 4:17-18 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്പിരിറ്റ് ഓഫ് ആൽക്കഹോളിസം ഏശയ്യ 28:7, ഏശയ്യ 5:11, ഏശയ്യ 5:12, ഏശയ്യ 5:22, ലൂക്ക 21:34, റോമ 13:13 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലും വ്യാജമായ തത്വശാസ്ത്രത്തിന്റെ അരൂപികളെ കൊളോസസ് 2:8, കൊളോസസ് 2:23, 1 തിമോത്തി 6:20-21 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. കൊളോസസ് 2:8 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. അമ്മ മാതാവിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അരൂപികളെ ഉൽപ്പത്തി 3:15 വെളിപാട് 12:15 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ. റോമ 5:5 അഭിഷേകം ചെയ്യണമേ. കൊളോസസ് 4:3 വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങൾ ഓരോരുത്തരും ദൈവ മക്കളാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകും. ജ്ഞാനം 7:7
സക്രിയ 12:10 തീക്ഷ്ണമായ പ്രാർത്ഥന ചെയ്തിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മഹത്വം, 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 മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. മഹത്വം, മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യാ 66:2. ഏശയ്യാ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. മത്തായി 16:16. മത്തായി 16:16. ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇന്ന് നാം ധ്യാനിക്കുക ദൈവത്തിന്റെ മക്കളെന്ന വിഷയത്തെക്കുറിച്ചാണ്. യേശു ആരാണ്? യേശു ആരാണെന്നുള്ളതിന്റെ ദൈവീകമായിട്ടുള്ള ഉത്തരമാണ് പത്രോസ് ലീഹ പ്രഘോഷിക്കുന്നത്. നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശുവിനെ ദൈവപുത്രനായി സ്വീകരിക്കുക. അതിലൂടെ നമ്മുടെ സ്വഭാവം രൂപപ്പെടും. വിശ്വാസ വ്യവസ്ഥയെ അത് സ്വാധീനിക്കും. ജീവിത രീതികള് മാറി മറിയും. യേശു ദൈവപുത്രനായി ഭൂമിയിൽ വന്നത് പിതാവിനെ വെളിപ്പെടുത്തുന്നതിനാണ്. യോഹന്നാൻ 1:18. യോഹന്നാൻ 1:18. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. 1 പത്രോസ് 1:20. 1 പത്രോസ് 1:20. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. ഹെബ്രായർ 1:2. ഹെബ്രായർ 1:2. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ജീവിതത്തിൽ പലർക്കും ദൈവത്തെ അറിയാനുള്ള ആഗ്രഹമുണ്ട്. ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുക യേശു വഴിയാണ്. യോഹന്നാൻ 14:6. യോഹന്നാൻ 14:6. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. യേശുവാണ് പിതാവിന്റെ ഹൃദയത്തെ ദൃശ്യമാക്കുന്നത്. ലൂക്കാ 15 കാണുന്ന ധൂർത്തുപുത്രന്റെ ഉപമ. മകനും പിതാവും വേർപെടുന്നു, പക്ഷേ പിതാവ് അവനെ കാത്തിരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹം ചലനാത്മകമാണ്, നിശ്ചലമല്ല. ലൂക്കാ 15:20. ലൂക്കാ 15:20. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു.
പരിശുദ്ധാത്മാവിലൂടെയാണ് പത്രോസ് യേശുവിനെ ദൈവപുത്രനാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത്. നമ്മിലും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകുമ്പോഴേ ഈശോയെ ദൈവപുത്രനായിട്ട് അനുഭവിക്കാനും പങ്കുവെക്കാനുമായിട്ട് സാധിക്കുക. മത്തായി 16:17. മത്തായി 16:17. യേശു അവനോട് അരുളി ചെയ്തു, യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്വനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നാമും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നത് പരിശുദ്ധാത്മാവ് മുഖേനയാണ്. 1 കൊരിന്തോസ് 12:3. 1 കൊരിന്തോസ് 12:3. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവില് നിറഞ്ഞപ്പോഴാണ് ശിഷ്യന്മാര് യേശുവിനെ ദൈവപുത്രനായിട്ട് പ്രഘോഷിക്കുന്നത്. അപ്പസ്തോല നടപടി 9:20. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:20. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. വിശ്വാസം വരുന്ന ഏവരും ഇങ്ങനെയേ ഏറ്റുപറയൂ. യോഹന്നാൻ 11:27. യോഹന്നാൻ 11:27. അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു പല അടയാളങ്ങളും ചെയ്തു. ഇതെല്ലാം എന്തിനാണ് രേഖപ്പെടുത്തിയത്? അതിന്റെ ലക്ഷ്യം എന്താണ്? അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോഹന്നാൻ 20:31. യോഹന്നാൻ 20:31. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഇവിടെ 2 പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് നാം ധ്യാനിക്കുക. ഒന്നാമത്തത് വിശ്വാസം, രണ്ടാമത്തത് വിശ്വസിക്കുക വഴി ലഭിക്കുന്ന ജീവൻ. വിശ്വസിച്ചാലേ നാം ദൈവമക്കളാവൂ. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഗലാത്യ 3:26. ഗലാത്യ 3:26. ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. അനേകർ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവരായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏശയ 1:2-3. ഏശയ്യ 1:2-3 തിരുവചനങ്ങൾ. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എന്റെ ജനം മനസ്സിലാക്കുന്നില്ല. താല്പര്യമില്ലാത്തൊരു അവസ്ഥയാണ് ഹൃദയ കാഠിന്യത്തിലേക്ക് നയിക്കുന്നതെന്ന് ജെറമ്യ 6:10 നാം വായിക്കുന്നു. ജെറമ്യ
6:10. എന്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത്? ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല. കർത്താവിന്റെ വാക്ക് അവർക്ക് നിന്ദാവിഷയമായിരിക്കുന്നു. അവർക്ക് അതിൽ തെല്ലും താല്പര്യമില്ല. ജോബ് 21:14. ജോബ് 21:14. അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടുപോവുക, അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളാകുക അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് അവിടുത്തെ അറിയുക. ഏശയ്യ 43:10. ഏശയ്യ 43:10. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഏക ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നത്. യോഹന്നാൻ 17:3. യോഹന്നാൻ 17:3. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ അവിടുത്തെ വാഗ്ദാനമാണ്. 1 യോഹന്നാൻ 2:25. 1 യോഹന്നാൻ 2:25. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. യോഹന്നാൻ 20:31 രണ്ടാം ഭാഗം ഒന്നും കൂടി വായിക്കാം. യോഹന്നാൻ 20:31. അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യേശുവിനെ സ്വന്തമാക്കിയാലേ ജീവൻ ഉണ്ടാവൂ. 1 യോഹന്നാൻ 5:12. 1 യോഹന്നാൻ 5:12. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദേവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവപുത്രനെ സ്വീകരിക്കുമ്പോഴാണ് ദൈവമക്കൾക്കുണ്ടാകുന്ന സമൃദ്ധമായ ജീവൻ ഉണ്ടാകുക. യോഹന്നാൻ 10:10. യോഹന്നാൻ 10:10. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. നാം പുതിയ നിയമത്തിൽ പലയിടങ്ങളിലും അവന്റെ നാമത്തിൽ എന്ന് കേൾക്കുന്നത്. ഇന്ന് നാം യോഹന്നാൻ 20:31 അത് വായിച്ചതാണ്. അവന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അത് ദൈവിക സ്വഭാവത്തോടെയും ശക്തിയിലൂടെയും എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മെയും ദൈവം വിളിക്കുന്നുണ്ട്. അത് ആത്മാവിലൂടെയാണ്. വചനം നമ്മുടെ അടുത്തേക്ക് വരുമ്പോ ദൈവിക സ്വഭാവത്തോടെയും ശക്തിയിലൂടെയും ദൈവമക്കൾക്ക് ജീവിക്കാൻ സാധിക്കും. യോഹന്നാൻ 10:35. യോഹന്നാൻ 10:35. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു. സങ്കീർത്തനം 82:6. സങ്കീർത്തനങ്ങൾ 82:6. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു,
ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങൾ എല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. ഏശയില് അതുപോലെ വെളിപാടില് ഒരു പുതിയ നാമം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഏശയ 62:2. യേശയ്യ 62:2. ജനതകൾ നിന്റെ നീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. വെളിപാട് 2:17. വെളിപാട് 2:17. ആത്മാവ് സഭകളോട് പറയുന്നുണ്ടെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും. അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. ഈ നാമം ദൈവമക്കൾ എന്നുള്ളതാണ്. റോമ 8:14. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. 1 യോഹന്നാൻ 3:1. 1 യോഹന്നാൻ 3:1. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. ദൈവമക്കൾ എന്നുള്ള പദവി അത് നമ്മെ അവിടത്തെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. 1 യോഹന്നാൻ 4:17. 1 യോഹന്നാൻ 4:17. വിധിദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. 1 യോഹന്നാൻ 3:2. 1 യോഹന്നാൻ 3:2. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ദൈവമക്കൾക്ക് ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. റോമ 8:15-16. റോമ 8:15-16 തിരുവചനങ്ങൾ. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഗലാത്യ 4:6-7. ഗലാത്യ 4:6-7 തിരുവചനങ്ങൾ. നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ഈ അവകാശത്തെ കുറിച്ചാണ് എസെക്കിയേൽ 46:16 നാം ധ്യാനിക്കുക. എസെക്കിയേൽ 46:16. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രാജാവ് തന്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും തന്റെ പൈതൃകാവകാശത്തിൽ നിന്ന് ഒരു സമ്മാനം കൊടുത്താൽ അത് അവന്റേതായിരിക്കും. അത് അവന് പൈതൃക സ്വത്തായിരിക്കും. ഇന്ന് നാം അനുദിനം വ്യക്തികളെ ആഴമായി മനസ്സിലാക്കുമ്പോൾ അവരിൽ ഭൂരിപക്ഷം പേരിലും
കാണുന്ന ആന്തരിക മുറിവ് അനാഥത്വമാണ്. ഈ ലോകത്ത് അനാഥത്വം അനുഭവിച്ചാലും നാം ചേർന്നിരിക്കുന്നത് നമ്മുടെ പിതാവിനോടാണ്. അവന്റെ കരുണയിൽ നമ്മൾ സുരക്ഷിതരാണ്. ഏശയ്യാ 49:15. യേശയ്യാ 49:15. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സങ്കീർത്തനം 27:10. സങ്കീർത്തനങ്ങൾ 27:10. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവ് എന്നെ കൈക്കൊള്ളും. ഇത് ആത്മാവിൽ ആഴമായി പതിക്കേണ്ട ദൈവസ്നേഹ പ്രകടനമാണ്. കർത്താവ് എന്നെ കൈക്കൊള്ളും. അപ്പോഴാണ് യേശു അനാഥത്തെ അതിജീവിച്ച വഴിയും ആ വഴി നമുക്കും സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ ലഭിക്കുക. യോഹന്നാൻ 8:16. യോഹന്നാൻ 8:16. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവ് എന്റെ കൂടെയുണ്ട്. ഈശോയുടെ ഈ വചനെല്ലാം നമുക്കായിട്ടാണ്. യോഹന്നാൻ 8:29. യോഹന്നാൻ 8:29. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. യോഹന്നാൻ 16:32. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. പിതാവ് എന്റെ കൂടെയുണ്ടെന്നും പിതാവേ എന്ന് വിളിക്കണം എന്നുള്ളത് നമ്മുടെ സ്നേഹമുള്ള പിതാവിന്റെ വലിയ ആഗ്രഹവും സ്വപ്നവുമാണ്. അതിനാണ് നമ്മെ പല വിധത്തിലും സ്നേഹിച്ച് പരിപാലിപ്പിക്കുന്നത്. ജെറമിയ 3:19. ജെറമിയ 3:19. എന്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടെ ഇടയിലും വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എന്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എന്റെ മാർഗം നീ ഉപേക്ഷിക്കയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. 2 കൊരിന്തോസ് 6:18. 2 കൊരിന്തോസ് 6:18. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹെബ്രായർ 1:5. ഹെബ്രായർ 1:5. ഏതു ദൂതനോടാണ് നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്? വെളിപാട് 21:7. വെളിപാട് 21:7. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഏശയ്യാ 64:8. യേശയ്യാ 64:8. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും
അങ്ങ് കുശവനുമാണ്. 2 സാമുവേൽ 7:14. 2 സാമുവേൽ 7:14. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. സ്നേഹമുള്ള പിതാവാണ് നമ്മെ ശിക്ഷിച്ച് ശുദ്ധീകരിച്ച് ആത്മീയ പക്വതയില് ഈ ലോകത്ത് ജീവിക്കാനും നിത്യജീവനെ നമ്മെ ഒരുക്കുകയും ചെയ്യുന്നത്. ഹെബ്രായർ 12:6. ഹെബ്രായർ 12:6. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ഹെബ്രായർ 12:10. ഹെബ്രായർ 12:10. ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. പ്രഭാഷകൻ 18:13. പ്രഭാഷകൻ 18:13. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്, എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു, അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. പ്രഭാഷകൻ 32:14. പ്രഭാഷകൻ 32:14. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിലുണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. സുഭാഷിതം 3:12. സുഭാഷിതങ്ങൾ 3:12. എന്തെന്നാൽ പിതാവ് പുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. സുഭാഷിതം 20:30. സുഭാഷിതങ്ങൾ 20:30. മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു, കനത്താടി മനസ്സിന്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. 1 പത്രോസ് 4:1. 1 പത്രോസ് 4:1. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. സഹനങ്ങളാണ് നമ്മെ മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ലോകാരൂപിയിൽ നിന്ന് ദൈവഹിതത്തിനൊത്ത് ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. 1 പത്രോസ് 4:2. 1 പത്രോസ് 4:2. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. ദൈവഹിതത്തിനൊത്ത് ജീവിക്കാനാണ് നമ്മിലുള്ളതെല്ലാം പൂർണ്ണമായി സമർപ്പിക്കണമെന്ന് റോമ 6:13 പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നത്. റോമ 6:13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. ദൈവമക്കൾ സ്വാതന്ത്ര്യത്തോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങനെ സമർപ്പിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ തന്നെ മാറ്റങ്ങൾ വരും.
അതാണ് പൗലോസ് ലീഹ ഫിലിപ്പിയ 3:21 പറയുന്നത്. ഫിലിപ്പി 3:21 സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഇതിന് വലിയ വലിയ ലെവലുകളുണ്ട്. അതിലേക്ക് നമ്മെ അങ്ങനെ കടത്തിക്കൊണ്ടുപോകും. 2 കൊരിന്തോസ് 3:18. 2 കൊരിന്തോസ് 3:18 കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ദൈവമക്കൾക്ക് ഇത് ദാനമായി കിട്ടുന്നതാണ്. 1 കൊരിന്തോസ് 13:12. 1 കൊരിന്തോസ് 13:12 ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. ദൈവമക്കള് ഉന്നത തലത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചു കഴിയുമ്പോൾ അതിന്റെ ബാഹ്യമായ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. അത് ജീവൻ നൽകിയും ശക്തി പകർന്നുകൊണ്ടുമാണ്. ജീവൻ പകരുന്നത് അവര് ജ്ഞാനത്തിന്റെ സൗരഭ്യം പരത്തുന്നവരായി രൂപാന്തരപ്പെടും. 2 കൊരിന്തോസ് 2:14. 2 കൊരിന്തോസ് 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവയെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. വിശ്വാസം വർദ്ധിച്ച് വിശ്വാസത്തിൽ നിന്ന് ഒഴുകുന്ന ഈ ജ്ഞാനത്തിന്റെ സൗരഭ്യത്തെ കുറിച്ചാണ് യോഹന്നാൻ 7:38. യോഹന്നാൻ 7:38 എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുന്നത് പോലെ തന്നെ അവരിൽ നിന്ന് ശക്തിയും ഒഴുകും. ഹബക്കൂക്ക് 3:4. ഹബക്കൂക്ക് 3:4 അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു, അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു, അവിടെ തന്റെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു. മർക്കോസ് 16:17-18. മർക്കോസ് 16:17-18 തിരുവചനങ്ങൾ വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ആത്മീയ ജീവിതത്തിലെ ഒരു നാണയത്തിന്റെ 2 വശമെന്നവണ്ണം നമുക്ക് ഭൃത്യരെ പോലെ വിശ്വസ്തരാകാനും അതുപോലെ മക്കളെ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള വിളിയാണുള്ളത്. ഇത് രണ്ടും ജീവിച്ചു വരുമ്പോഴാണ് നാം കർത്താവിന്റെ ഭവനമായി മാറുന്നത്. ഹെബ്രായർ 3:5-6 വചനം. ഹെബ്രായർ 3:5-6 തിരുവചനങ്ങൾ പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് ദൈവത്തിന്റെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെ പോലെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. നാം അവിടുത്തെ
ഭവനമായിരിക്കും, അവിടുന്ന് വസിക്കും. 1 കൊരിന്തോസ് 3:16. 1 കൊരിന്തോസ് 3:16. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? 1 കൊരിന്തോസ് 6:19. 1 കൊരിന്തോസ് 6:19. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 3:24. 1 യോഹന്നാൻ 3:24. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു. വെളിപാട് 3:20. വെളിപാട് 3:20. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. യേശുവിന്റെ ജീവിതം അവസാനിക്കാനിടയായത് നന്മ ചെയ്തതുകൊണ്ടല്ല, ദൈവപുത്രൻ എന്ന് സ്വയം വെളിപ്പെടുത്തുന്നത് വഴിയാണ്. യേശുവിന് അങ്ങനെയാണെങ്കിൽ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവമക്കൾ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നമുക്കും ഉള്ള വഴി. യോഹന്നാൻ 5:18. യോഹന്നാൻ 5:18. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. 1 യോഹന്നാൻ 2:5-6. 1 യോഹന്നാൻ 2:5-6 തിരുവചനങ്ങൾ. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാനും അവിടുത്തെ ഭവനമായി രൂപാന്തരപ്പെട്ട് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വളരാനുള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.